നമസ്കാരം. പശ്ചിമേഷ്യയില് ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം വലിയ തർക്കത്തിലേക്കും എന്നാൽ സമാധാന കരാറിന്റെ പ്രഖ്യാപനത്തിലേക്കും അങ്ങനെ ആശങ്കകൾ വിട്ടുമാറാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് കയ്യാലപ്പുറത്തുള്ള തേങ്ങ പോലെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് US. പശ്ചിമേഷ്യയെയും ലോകത്തെയും ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയിട്ടുള്ള സൈനിക പ്രകോപനങ്ങൾക്കൊടുവില് ഇറാനുമായിട്ട് സമാധാന കരാർ ഉടൻ ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എത്ര മണിക്കൂർ നേരത്തേക്കാണ് ഈ സമാധാന കരാറെന്നോ എത്ര മണിക്കൂർ കഴിഞ്ഞാണ് വീണ്ടും ഇറാനിലേക്ക് അതിക്രമം അഴിച്ചുവിടുന്നത് എന്നൊക്കെയാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ട്രംപ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ വിപണിയും ലോകത്തിന്റെ മൊത്തത്തിലുള്ള ചിന്താധാരകളും ഒക്കെ ഒരല്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും കടുത്ത ആശങ്കയുള്ളതാണ്. മണിക്കൂറുകൾക്കകം നിലപാട് മാറ്റുന്ന ട്രംപിന്റെ നയതന്ത്ര ശൈലിയും അമേരിക്കയുടെ അവകാശഗന്ധ തള്ളിക്കളയുന്ന ഇറാന്റെ നിലപാടുമൊക്കെ ഒരു പുതിയ യുദ്ധമുഖത്തിന്റെ മുന്നോടിയാണോ എന്ന ഭീതിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിരീക്ഷകരും മറ്റ് രാജ്യങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നത്. ആ ഒരു ആശങ്കയാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മിനിറ്റുകൾക്കുള്ളിലാണ് യുദ്ധത്തിന്റെ പ്രഖ്യാപനങ്ങൾ മറിയുന്നത്. സമാധാനം വന്നു, ഞങ്ങൾ കരാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാർ ഉണ്ടായി എന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച ഒപ്പിടുന്നു എന്ന് പറഞ്ഞ് അതിന്റെ കരടൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ ലെബനനിൽ കയറി അടിച്ചതും ഇറാൻ ഇസ്രായേലിൽ വലിയ നാശം വെച്ചതും തിരിച്ച് ഇസ്രായേൽ ഇറാനെ അടിച്ചതും. അതായത് വീണ്ടും നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ യുദ്ധം ഉണ്ടായത്. തുടർന്ന് ഇസ്രായേലിനെ കരിച്ചു കളയും എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ട്രംപ് വീണ്ടും കളി മാറ്റുകയും വീണ്ടും സമാധാനത്തിലേക്ക് വരികയും അങ്ങനെ സമാധാനമായി എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഇറാനിൽ കയറി ട്രംപ് അടിക്കുകയും ചെയ്തു. ഇപ്പൊ ഇതേ വീണ്ടും സമാധാനം എന്ന് പറയുന്നു. ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഹോർമോസ് കടലിടുക്കിൽ വെച്ചിട്ട് അമേരിക്കൻ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടു, അതായത് ഇറാൻ വെടിവെച്ചിട്ടു എന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് ആദ്യം ഇറാൻ വെടിവെച്ചിട്ടില്ല, സ്വയം വീണാണെന്ന് പറഞ്ഞു. ആദ്യം ഇറാൻ അത് അംഗീകരിച്ചില്ല, ഇപ്പോ ഇറാനും അംഗീകരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അതിനെ തുടർന്ന് കടുത്ത സൈനിക ആക്രമണം നടത്തുമെന്നുള്ള ട്രംപിന്റെ ആദ്യത്തെ മുന്നറിയിപ്പ് മിഡിൽ ഈസ്റ്റിൽ വലിയ യുദ്ധഭീഷണിയിലാഴ്ത്തിയിരുന്നു. ഇറാന്റെ സാമ്പത്തിക നട്ടലായിട്ടുള്ള ഖാർഗ് ദ്വീപ് US സൈന്യം പിടിച്ചെടുക്കും എന്നുള്ളൊരു ഭീഷണി അതായിരുന്നു പിന്നീട് ട്രംപ് മുടക്കിയത്. ഖാർഗ് ദ്വീപ് ഞങ്ങളിതേ പിടിച്ചെടുക്കാൻ പോകുന്നു, അതിനുള്ള പട്ടാളം പുറപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ഭയന്നു. അന്താരാഷ്ട്ര എണ്ണക്കപ്പൽ ഗതാഗതത്തെയും ആഗോള സുരക്ഷയും ഒക്കെ അത് സാരമായി ബാധിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ട്രംപ് ഇത് പറഞ്ഞ് നാവെടുത്ത് അകത്ത് വെക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞത് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഏരിയയിൽ കടന്നു വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഇറാന്റെ മണ്ണിൽ ഒരു മണ്ണ് ഇളകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് തിരിച്ചടി കിട്ടും, അത് കിട്ടിയിരിക്കും, ഇനി ആരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ഇറാൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നറിയാവുന്ന ട്രംപ് പെട്ടെന്ന് അതിന്റെ പ്ലേറ്റൊക്കെ മാറ്റി മണിക്കൂറുകൾക്കകം തങ്ങൾ ഇറാനുമായി ഇതേ സമാധാന കരാറിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള ഒരു ചുവടുമാറ്റം ട്രൂത്ത് സോഷ്യലിൽ വന്നു. ട്രംപിന്റെ ഈ പ്രസ്താവന അന്താരാഷ്ട്ര വിപണിയിലും ക്രൂഡ് ഓയിലിന്റെ വിപണിയിലും ഒക്കെ ഒരു മാറ്റം, ഒരു താൽക്കാലിക ഒരു ആശ്വാസം വന്നു എന്നുണ്ടെങ്കിലും ഒരു വൻ ശക്തി, അതായത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന്റെ ഇത്തരം സ്ഥിരമില്ലാത്ത നിലപാടുകൾ ലോകരാജ്യങ്ങളിൽ കടുത്ത ഒരു അവിശ്വാസമാണ് അമേരിക്കയിൽ ഉണ്ടാക്കുന്നത്. അതായത് ട്രംപ് പറയുന്നത് ഇറാൻ ഇനി ഒരു കാലത്തും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചു. അത് ട്രംപിനോട് വിളിച്ചു പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മൊജ്തബ ഖൊമേനി ഈ കരാറിന് അനുമതി നൽകി. ഇങ്ങനെയൊക്കെയാണ് ട്രംപ് വിളിച്ചു പറയുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഇറാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഈ അവകാശവാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം വ്യവസ്ഥകളിലും മുമ്പേ ധാരണ ആയിരുന്നതാണ് എന്നുണ്ടെങ്കിലും അവസാന ഘട്ടത്തിൽ അമേരിക്ക തികച്ചും അനാവശ്യവും അമിതവുമായിട്ടുള്ള പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ചർച്ചകളെ തടസ്സപ്പെടുത്തുകയാണ് എന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗായി കുറ്റപ്പെടുത്തിയത്. കരാറ് എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം വ്യക്തമാക്കുന്നത് സമാധാന ചർച്ചകൾ ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് എന്നാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങുന്ന ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇറാന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടൊരു കരാറിന്റെ ആവശ്യവുമില്ല. അതിനേക്കാളും നല്ലത് യുദ്ധം ചെയ്ത് അവസാനത്തെ മനുഷ്യനും മരിച്ചു വീഴുന്നതാണ്, ഞങ്ങൾ അതിനെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്നതാണ് ഇറാന്റെ നിലപാട്. ട്രംപിന്റെ നിലപാടുകളെ ഒരു ഭ്രാന്തമായിട്ടുള്ള, അതായത് വട്ടുപിടിച്ച ഒരു ചിന്താഗതി എന്നാണ് ഇറാന്റെ പാർലമെന്റ് സമിതി തലവനായിട്ടുള്ള ഇബ്രാഹിം അസീസി വിശേഷിപ്പിച്ചത്. ഇറാന്റെ മണ്ണിൽ എവിടെയെങ്കിലും അമേരിക്കൻ സൈന്യം തൊട്ടാൽ അത് ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത വിധം കനത്തതും വേദനാജനകവുമായിട്ടുള്ള ഒരു തിരിച്ചടി ഒരുപക്ഷെ അമേരിക്ക നേരിടേണ്ടി വരും. അല്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത വിധം മുമ്പെങ്ങും പല ചരിത്രങ്ങളും ലോക ചരിത്രത്തിൽ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ഭീകരമായി അമേരിക്കയ്ക്ക് ഓർക്കാൻ ഒരു നിധി സമ്മാനിക്കും ഇറാൻ എന്നാണ് വിളിച്ചു പറയുന്നത്. അല്ലെ, അതിന്റെ ഭാഗമായിട്ടാണ്
അല്ലെങ്കിൽ അത് കേട്ടിട്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ട്രംപ് വീണ്ടും അതിന്റെ നിലയൊക്കെ മാറ്റി, അഭിപ്രായങ്ങളൊക്കെ മാറ്റി ട്രൂത്ത് സോഷ്യലിൽ പുതിയ പോസ്റ്റ് ഇടുന്നത്. IRGC പറഞ്ഞത് അമേരിക്ക ഏതെങ്കിലും കാരണവശാൽ ഖാർഗ് ദ്വീപ് ആക്രമിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറാന്റെ സേന ഖാർഗ് ദ്വീപിൽ പൂർണ്ണ സജ്ജരാണ്, നിങ്ങൾ വന്നോളൂ, നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ, നിങ്ങളെ സൽക്കരിച്ച് വിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. ഏത് നിമിഷവും ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങാമെന്നൊരു ആശങ്ക അത് ഇരട്ടിയാക്കുന്നുണ്ട്. ഇറാനാകട്ടെ അത് പറഞ്ഞത് സത്യമാകാൻ സാധ്യതയുണ്ട്. ഇറാൻ ഇറാഖ് കാലത്തിന് ശേഷം ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഇറാൻ ഇത്രയധികം ആയുധങ്ങൾ സ്വരുക്കൂട്ടി ഉണ്ടാക്കി ഓരോ കാലഘട്ടത്തിലും ഉപകരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജി അനുസരിച്ചുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി കൂട്ടിവെച്ചത് അമേരിക്ക എന്ന ഈ രാജ്യം ഏതേലും ഒരു സമയത്ത് ഞങ്ങളെ ആക്രമിക്കാൻ വരും, അന്ന് എടുത്ത് ചാടണ്ട, ഇപ്പോഴേ ശരിയാക്കി വെച്ചിരുന്നാൽ അന്ന് നമുക്ക് അടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു ഒരു ധാരണയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഖാർഗ് ദ്വീപ് എന്നല്ല, ഇറാൻ രാജ്യത്തെ ഒന്നാകെ അമേരിക്ക ആക്രമിക്കും എന്ന് തന്നെയാണ് ഇറാൻ കരുതിയിരിക്കുന്നത്. അതിനുള്ള കരുതൽ ഇപ്പോൾ തന്നെ അവർ എടുത്തിട്ടുണ്ടാകും എന്ന് ട്രംപ് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഏതായാലും സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ വന്നതിനെ തുടർന്ന് അന്തം കെട്ട് കയറിയിരുന്ന ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില അന്തം കെട്ട് കയറിയിരുന്ന വില ബാരലിന് $89.36 കുറയുകയും ഓഹരി വിപണികൾ ഉയരുകയും ചെയ്തെന്നുണ്ടെങ്കിലും ഈ സമാധാനം എത്രത്തോളം ശാശ്വതമായിരിക്കും എന്നതിൽ സാമ്പത്തിക വിദഗ്ധർക്കും മറ്റ് രാജ്യങ്ങൾക്കുമെല്ലാം ആശങ്കയുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ എണ്ണവില വീണ്ടും കുതിച്ചുയരുകയും അത് ലോക സമ്പദ് വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. തുടർച്ചയായ പ്രകോപനങ്ങള്, കനത്ത വാക്കേറ്റങ്ങള്, വീണ്ടും വീണ്ടും യുദ്ധമുണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക, ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലെ മറ്റ് അയൽ രാജ്യങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നതും ഇത് തന്നെയാണ്. നയതന്ത്ര ചർച്ചകളുടെ ഒത്തുതീർപ്പിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം പ്രവചനാതീതമായിട്ടുള്ള വിധത്തിലേക്ക് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് വഴിമാറും. അത് ഒരുപക്ഷെ സംഭവിക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നതും ഭയപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ സത്യത്തിൽ ഇതുമാതിരിയുള്ള കളി അവസാനിപ്പിച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശമുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇനി അതല്ല, ഇറാനുമായി അടിച്ചേ പറ്റൂ എന്നാണെന്നുണ്ടെങ്കിൽ ഇറാനുമായി എത്രയും പെട്ടെന്ന് തല്ലുകൂടി ഉള്ളത് വാങ്ങിക്കൂട്ടി ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും ഇതുപോലെ പോകുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകുന്നത് ലോക സമാധാനത്തിന് ഒരു ആശങ്ക തന്നെയാണ്. ലോക സാമ്പത്തിക സമാധാനത്തിന് അതിലേറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. Different angles. Don't forget to subscribe and support this channel.